അപ്പോൾ നമ്മൾ ഇന്നലെ എന്താണ് പഠിച്ചത്? ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ സ്പെക്ട്രയെക്കുറിച്ച് പഠിച്ചു. നല്ല ഡീറ്റെയിൽ ആയിട്ട് ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് വരുന്ന അടുത്ത പോർഷനാണ് എക്സ്പ്ലനേഷൻ യൂസിങ് ബോർ ആറ്റം മോഡൽ. അപ്പം ഈ ഹൈഡ്രജനെ അല്ലെങ്കിൽ ഹൈഡ്രജൻ സ്പെക്ട്രയെ ബോർ ആറ്റം മോഡൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് നോക്കാം. നമ്മളിവിടെ ആദ്യം പറയുന്നത് എന്താണ്? ബോർ മോഡൽ അല്ലേ? അപ്പോൾ ബോർ ആറ്റം മോഡലിൽ ഹൈഡ്രജൻ ആറ്റത്തിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഹൈഡ്രജൻ സ്പെക്ട്രയെ എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നൊന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. അതിൽ കുറച്ച് പോയിന്റ്സ് ആണ്, അതിൽ പോസ്റ്റ്ലേറ്റ്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആദ്യത്തെ പോയിന്റ് നോക്കിയേ, ബേസ്ഡ് ഓൺ ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ്. അപ്പം ഈ ഒരു ബോർ ആറ്റം മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്? ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റിനെ. ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് നമ്മൾ പുറകെ ഇങ്ങനെ പഠിച്ചു പൊക്കോളൂ. അപ്പോൾ ജസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കുക. ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ് സിംപ്ലി നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ ഒരു ഇലക്ട്രോൺ അല്ലെങ്കിൽ ഒരു മാറ്റർ, ആ മാറ്ററിന് രണ്ട് സ്വഭാവമുണ്ട് അല്ലേ? രണ്ട് നേച്ചർ കാണിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ പ്ലസ് ടുവിൽ പറഞ്ഞു പോയിട്ടുണ്ടാണ്, ഡുവൽ നേച്ചറൊക്കെ അല്ലേ? അപ്പം രണ്ട് നേച്ചർ അതിനെ കാണിക്കാൻ പറ്റും. ഏതൊക്കെ നേച്ചറാ? പാർട്ടിക്കിൾ നേച്ചറും വേവ് നേച്ചറും. അപ്പോൾ ഒരു മാറ്ററിന് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോൺ കൺസിഡർ ചെയ്യുക. ആ ഇലക്ട്രോണിന് പാർട്ടിക്കിൾ നേച്ചർ മാത്രമല്ല, എന്തുണ്ട്? വേവ് നേച്ചറും ഉണ്ട്. ഈ രണ്ട് നേച്ചറും അതിനെ കാണിക്കാൻ പറ്റും എന്നുള്ള ഒരു കൺസെപ്റ്റ്, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റ്. ഇത്രയും മാത്രം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഈ ക്വാണ്ടം മെക്കാനിക്കൽ കൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ബോറിൻ്റെ ആറ്റം മോഡൽ അല്ലെങ്കിൽ ബോർ ഹൈഡ്രജൻ ആറ്റത്തിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് പോയിന്റ് നോക്കുക, ഇലക്ട്രോൺസ് റിവോൾവിങ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ എ ഫിക്സഡ് സർക്കുലർ പാത്ത് കോൾഡ് ഓർബിറ്റ്സ്. അപ്പോൾ രണ്ടാമത് ബോർ എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? ഇലക്ട്രോൺസ് നമുക്കറിയാം, ഒരു ആറ്റത്തിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്, അതിന് ചുറ്റും ആര് കറങ്ങുന്നുണ്ട്? ഇലക്ട്രോൺസ് ഇരുന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ന്യൂക്ലിയസിനകത്ത് എന്താ ഉള്ളത്? പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. അപ്പം ഈ ന്യൂക്ലിയസിന് ചുറ്റും നമ്മുടെ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് സർക്കുലർ പാത്തിലാണ് എന്ന് നമ്മുടെ ബോർ പറഞ്ഞു വെച്ചിരിക്കുന്നു. ആ സർക്കുലർ പാത്തിനെ, ആ ഫിക്സഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ആ സർക്കുലർ പാത്തിനെ പറയുന്ന പേരാണ് ഓർബിറ്റ്. അപ്പം ഓർബിറ്റുകളുടെ കാര്യവും ഇവിടെ ബോർ ആറ്റം മോഡലിൽ പറയുന്നുണ്ട്. ഇനി മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്, ഈ ഓർബിറ്റുകളെ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ആ ഓർബിറ്റുകളെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഒരു ക്വാണ്ടം നമ്പർ n എന്ന് പറയുന്ന ഒരു ക്വാണ്ടം നമ്പറിൻ്റെ ബേസിസിലാണ്. ക്വാണ്ടം നമ്പേഴ്സൊക്കെ നമുക്ക് അടുത്ത പോർഷൻസിൽ പഠിക്കാനുള്ളതാണ്. അപ്പം ഇപ്പോൾ ഇത്ര അറിഞ്ഞിരിക്കുക, ഈ ക്വാണ്ടം നമ്പർ n എന്ന് പറയുന്ന ഒരു ക്വാണ്ടം നമ്പറിൻ്റെ ബേസിസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ ഓർബിറ്റുകളെ നമ്മൾ പറയുന്നത്. ആ എന്നിൻ്റെ വാല്യൂ, അല്ലെ ആ ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ 1, 2, 3 അങ്ങനെ എക്സെട്ര, അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നതാണ് ആ ഒരു ക്വാണ്ടം നമ്പറിൻ്റെ വാല്യൂ. നമുക്കറിയാം KLMN എന്ന് പറയുന്ന ഷെൽസ് ഒക്കെ ഉണ്ടെന്നറിയാം അല്ലേ? നമ്മൾ കുഞ്ഞു ക്ലാസ്സിലെ മുതൽ പറഞ്ഞു വരുന്നതാണ് KLMN ഷെൽസ്. അത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ ഈ ഒരു ഷെൽസ് അല്ലെങ്കിൽ ഈ ഒരു എനർജി ലെവൽസിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ക്വാണ്ടം നമ്പർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നാലാമത്തെ പോയിന്റ്, ഇലക്ട്രോൺസ് മൂവ്സ് ഫ്രം ദ ലോവർ എനർജി ടു ഹയർ എനർജി ലെവൽ. ദ എനർജി ഈസ് അബ്സോർബ്ഡ്. ഹയർ എനർജി സ്റ്റേറ്റ്സ് ആർ അൺസ്റ്റേബിൾ, ഹെൻസ് ഇറ്റ് യൂസസ് ദ എനർജി. അപ്പോൾ ഇവിടെ ഇന്നലെ ഇത് അശ്വതി ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? ഇലക്ട്രോൺസിന് അവരെപ്പോഴും, നമ്മൾ ഒരിടത്ത് ഇരിക്കുകയാണെന്ന് വെക്കുക, നമ്മളിപ്പോൾ വെറുതെ വീട്ടിലിങ്ങനെ ചടഞ്ഞു കുത്തിയിരിക്കും. 2 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് മടുക്കും അല്ലേ? എവിടെയെങ്കിലും പോകാനോ അല്ലെങ്കിൽ കുറച്ച് പുറത്തേക്ക് പോകാനോ ഒക്കെ തോന്നും. അങ്ങനെയാണ് ഇലക്ട്രോൺസിൻ്റെ കാര്യം. അവരിങ്ങനെ ലോവർ എനർജി സ്റ്റേറ്റിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ മുകളിൽ കുറേ വഴികൾ അവർക്കുണ്ട് അല്ലേ? അല്ലെങ്കിൽ കുറേ ഓർബിറ്റുകൾ അവർക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് മുകളിലേക്ക് ചാടാനായിട്ട് തോന്നും. അപ്പോൾ അവരെന്ത് ചെയ്യും? കൂടുതൽ അത് കൊള്ളാലോ എന്നോർത്ത് അവരങ്ങോട്ട് ചാടും. ആ ഹയർ എനർജി ലെവലിലേക്ക് അവർക്ക് ചാടണമെങ്കിൽ അവർക്ക് എന്ത് വേണം? എനർജി വേണം. ആ എനർജി അവർ അബ്സോർബ് ചെയ്തിട്ട് മുകളിലേക്ക് എടുത്ത് ചാടും. ഹയർ എനർജി ലെവലിലേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്യുന്നത്. നമുക്കാണെങ്കിലും ഒരു കുന്നിൻ്റെ പുറത്ത് കയറണമെന്ന് തോന്നുവാണ്. ആ കുന്നിൻ്റെ പുറത്ത് കയറണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എനർജി വേണം. നല്ലപോലെ ഫുഡും വെള്ളമൊക്കെ കുടിച്ചിട്ടല്ലേ നമുക്ക് കയറാൻ പറ്റൂ. ഒന്നും കഴിക്കാതെ അങ്ങോട്ട് കയറിയാൽ നമ്മൾ തലയും കുത്തി താഴെ പോകും അല്ലേ? അപ്പോൾ നല്ല എനർജി ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവർക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും? എനർജി അബ്സോർബ് ചെയ്യും. അവരുടെ സറൗണ്ടിങ്സിൽ നിന്നൊക്കെ അവർ എനർജി അബ്സോർബ് ചെയ്തിട്ടായിരിക്കും മുകളിലേക്ക് കയറുക.
അപ്പം ഹയർ എനർജി ലെവലിലേക്ക് പോകണമെങ്കിൽ അവർക്ക് എനർജി വേണം. അതുപോലെ തന്നെ ഇന്നലെ പറഞ്ഞ ഒരു കാര്യമാണ്, ഹയർ എനർജി ലെവൽസ് എപ്പോഴും അൺസ്റ്റേബിൾ ആയിരിക്കും. അതായത് നമുക്കവിടെ സ്റ്റേബിളായിട്ടിരിക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മുടെ ഏതൊരു മാറ്റർ ആയാലും അവർക്ക് എപ്പോഴും സ്റ്റേബിളായിട്ടിരിക്കണം. എല്ലാവർക്കും ഇങ്ങനെ സൂചിച്ചിരുന്നാൽ മതി. അൺസ്റ്റേബിൾ ആയിട്ടിരിക്കാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും, അവർ തിരിച്ചു വരും. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യമല്ലേ. അപ്പോൾ ബോർ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇലക്ട്രോൺസ് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോകുമ്പം അവരെന്ത് ചെയ്യും, എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് പോകുന്നത്. അതാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും അൺസ്റ്റേബിൾ ആയിരിക്കും എന്നും പറയുന്നു. അവരെപ്പോഴും എനർജി യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അവർ അൺസ്റ്റേബിളാണ്. അവർക്ക് എപ്പോഴും എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അവർക്ക് എന്ത് വേണം, എനർജി വേണം. അപ്പോൾ ഹയർ എനർജി ലെവലിലുള്ളവർ എപ്പോഴും എനർജി യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നാണ് പുള്ളി പറഞ്ഞു വെച്ചത്. ഇനി അടുത്ത പോയിന്റ്, ബോർ അതുപോലെ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് ഒരു റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോൺ, എപ്പോഴും ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും എന്താണ്, റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് എന്ത് കാണും, ഒരു ആംഗുലാർ മൊമെൻറ്റം കാണും. അപ്പോൾ ഈ ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുന്നത് h/2π എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. h/2π എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പം ഈ റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിൻ്റെ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് h/2πയുടെ ഒരു ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും. ആ ഇക്വേഷനാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. mvr = nh/2π. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത്, he proposed an equation to calculate radius of orbit in hydrogen spectrum. അപ്പം അതുപോലെ എന്താണ്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിൽ അല്ലെങ്കിൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ, സ്പെക്ട്രം നല്ല കേട്ടോ, ഹൈഡ്രജൻ ആറ്റം എന്നാണ്, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓർബിറ്റിൽ ഉള്ള ഒരു ഓർബിറ്റിൻ്റെ, അതായത് ഓരോ ഓർബിറ്റിൻ്റെയും റേഡിയസ് എത്രയാണ് എന്ന് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട്, ഈ ബോർ പ്രപ്പോസ് ചെയ്തൊരു ഇക്വേഷനാണ് റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഓർബിറ്റിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇക്വേഷനാണ്, അത് ഓർത്ത് വെക്കേണ്ടതാണ്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചോദിക്കുന്നുണ്ട്, നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പുറകേട്ട് പോകുമ്പോൾ. അപ്പോൾ ആ ഒരു ഇക്വേഷനും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. എന്താണ് ഇക്വേഷൻ, Rn = n²h²ε0 ഡിവൈഡഡ് ബൈ z²πm. ഈ ഓരോ ടേംസും എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരാം, പുറകോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഇനി അടുത്ത പോയിന്റ് നോക്കുക. He proposed an equation to calculate the energy of an electron in the nth orbit of hydrogen atom. അതുപോലെ തന്നെ പുള്ളി എന്താ ചെയ്തത്, അടുത്ത ഒരു ഇത് നമുക്ക് റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പുള്ളി കണ്ടുപിടിച്ച് തന്നു. അതുപോലെ തന്നെ എനർജി, ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഏതൊരു ഓർബിറ്റിലും ഇരിക്കുന്ന, അതിപ്പം ഫസ്റ്റ് ഓർബിറ്റ് ആയിക്കോട്ടെ, സെക്കൻഡ് ഓർബിറ്റ് ആയിക്കോട്ടെ, നമുക്ക് അറിയാൻ മേലാത്ത ഒരു nth ഓർബിറ്റ് ആയിക്കോട്ടെ, അവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ, ഏതൊരു ഓർബിറ്റിലും ഇരിക്കുന്ന ഒരു ഇലക്ട്രോണിൻ്റെ എനർജി എത്രയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ഇക്വേഷനാണിത്. അതും അറിഞ്ഞിരിക്കേണ്ടതാണ്, പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. En = -z²e⁻8n²h²ε0². ഈ ഒരു ഇതിൻ്റെയും ഏതൊക്കെ ടേംസ്, ഓരോ ടേംസും എന്താണെന്ന് നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് പറഞ്ഞുതരാം, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമുക്കത് പറഞ്ഞുതരാം. അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്രയാണ് ബോർ ആറ്റം മോഡൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇനി ലിമിറ്റേഷൻസ്. ഈ ബോർ ആറ്റം മോഡൽ ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ശരിയാണ്. പക്ഷേ ആ പുള്ളിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ പോയ ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബോർ ആറ്റം മോഡലിൻ്റെ പോസ്റ്റ്ലേറ്റ്സ് ആയിട്ട് പഠിച്ചു വെക്കണം. അതൊക്കെ നോട്ട് നമ്മൾ ഷെയർ ചെയ്യും. അപ്പം അത് നോട്ടായിട്ട് പ്രിപ്പയർ ചെയ്ത് പഠിച്ചു വെച്ചേക്കണം. അടുത്ത നോക്കിയേ, ലിമിറ്റേഷൻസ് ഓഫ് ബോർ ആറ്റം മോഡൽ. അപ്പോൾ നമ്മുടെ ബോറിന് പറഞ്ഞു തരാൻ പറ്റാത്ത, അല്ലെങ്കിൽ ബോറിനെ കൊണ്ട് തെളിയിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ, അത് ആണ് ഇവിടെ ലിമിറ്റേഷൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ബോറിന് മൾട്ടി ഇലക്ട്രോണിക് സ്പീഷീസുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. മൾട്ടി ഇലക്ട്രോണിക് സ്പീഷീസുകൾ എന്ന് പറഞ്ഞാൽ എന്താ? ബോർ എന്തിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തത്? ഹൈഡ്രജൻ ആറ്റത്തിനെ കുറിച്ച് അല്ലേ. ഹൈഡ്രജൻ ആറ്റത്തിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ, സിംഗിൾ ഇലക്ട്രോൺ മാത്രമേ ഉള്ളൂ. അങ്ങനെ സിംഗിൾ ഇലക്ട്രോൺ മാത്രമുള്ള സ്പീഷീസുകളെക്കുറിച്ച് മാത്രമേ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ? ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. മൾട്ടി ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ളവർ,
ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ഉള്ളവരെ കുറിച്ച് അവരുടെ സ്പെക്ട്ര എങ്ങനെയാണ് അങ്ങനെ അതൊന്നും തന്നെ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഹൈഡ്രജൻ ലൈക്ക് അയോൺസിൻ്റെയോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ലൈക്ക് ആറ്റംസിൻ്റെയൊക്കെ ഹൈഡ്രജൻ്റെ എക്സ്പ്ലനേഷനൊക്കെ ആർക്ക് ബോറിന് തരാൻ പറ്റിയിട്ടുള്ളൂ. രണ്ടാമത്തെ കാര്യം പറയുന്നത് ഇറ്റ് കുഡിൻറ്റ് എക്സ്പ്ലെയിൻ ദ സ്പ്ലിറ്റിംഗ് ഓഫ് സ്പെക്ട്രൽ ലൈൻസ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെയോ മാഗ്നറ്റിക് ഫീൽഡിൻ്റെയോ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസിന് സ്പ്ലിറ്റിംഗ് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതെന്തുകൊണ്ടാണ് ആ സ്പ്ലിറ്റിംഗ് ഉണ്ടാവുന്നത് എന്ന് ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ നമ്മുടെ സ്പെക്ട്രൽ ലൈൻസിന് ഉണ്ടാവുന്ന സ്പ്ലിറ്റിങ്ങിനെയാണ് നമ്മൾ സ്റ്റാർക്ക് എഫക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സ്പെക്ട്രൽ ലൈൻസിന് ഉണ്ടാവുന്ന സ്പ്ലിറ്റിങ്ങിനെ നമ്മൾ സീമാൻ എഫക്റ്റ് എന്നും പറയും. അപ്പോൾ ഈ സ്പ്ലിറ്റിങ്ങുകളെക്കുറിച്ച് ഈ രണ്ട് ഫീൽഡുകളെയും ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഉണ്ടാവുന്ന സ്പെക്ട്രൽ ലൈൻസിൽ ഉണ്ടാവുന്ന സ്പ്ലിറ്റിങ്ങിനെ കുറിച്ച് ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതാണ് രണ്ടാമത്തെ ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റിൽ എന്താ പറയുന്നത് നോക്കിയേ. മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത് കെമിക്കൽ കോമ്പിനേഷനെ കുറിച്ചും ആ കോമ്പിനേഷൻ വഴി ഉണ്ടാവുന്ന മോളിക്യൂൾസിൻ്റെ ജോമെട്രിയെക്കുറിച്ചും നമ്മുടെ ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കെമിക്കൽ ബോണ്ടിങ് വഴി രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്ത് അവിടെ കെമിക്കൽ ബോണ്ട് ഉണ്ടാവുന്നുണ്ടല്ലോ, ആ കെമിക്കൽ ബോണ്ടിങ് വഴിയാണ് രണ്ട് ആറ്റംസ് കമ്പൈൻ ചെയ്ത് ഒരു മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാവുന്ന മോളിക്യൂൾസിൻ്റെ ഫോർമേഷനെ കുറിച്ചോ കെമിക്കൽ ബോണ്ടിനെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ കെമിക്കൽ കോമ്പിനേഷനെ കുറിച്ചോ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, ബോറിന് പറ്റിയിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ അവിടെ ഫോം ചെയ്യുന്ന മോളിക്യൂൾസിൻ്റെ ജോമെട്രിയെക്കുറിച്ചും ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അടുത്ത പോയിന്റിൽ പറയുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഹൈഡ്രജൻ്റെ ഫൈൻ സ്പെക്ട്രത്തെക്കുറിച്ച് ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഹൈഡ്രജൻ്റെ സ്പെക്ട്രയെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നല്ലാതെ അതിലുള്ള ഫൈൻ സ്പെക്ട്രങ്ങളെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ ബോറിന് കഴിഞ്ഞിട്ടില്ല. പിന്നെയുള്ള പോയിന്റ് നോക്കി, അഞ്ചാമത്തെ പോയിന്റിൽ പറയുന്നത് ഡി ബ്രോഗ്ലി സജസ്റ്റഡ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാവ് ഡുവൽ നേച്ചർ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്, ഡി ബ്രോഗ്ലി പറഞ്ഞു വെച്ചിരിക്കുന്നത് ഡുവൽ നേച്ചറിനെ കുറിച്ച്, ഇലക്ട്രോൺസിൻ്റെ ഡുവൽ നേച്ചറിനെ കുറിച്ച് നമ്മുടെ ഡി ബ്രോഗ്ലി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതെന്താ, മാറ്ററിന് പാർട്ടിക്കിളായിട്ടും വേവ് നേച്ചറായിട്ടും ആക്ട് ചെയ്യാൻ പറ്റുമെന്നാണ് ഡി ബ്രോഗ്ലി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ബോറ് ഇവിടെ ഈ ഒരു കൺസെപ്റ്റിൽ ബോറ് ഇലക്ട്രോൺസിനെ പാർട്ടിക്കിൾ നേച്ചർ പാർട്ടിക്കിളായിട്ട് മാത്രമേ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഇവിടെ ഇലക്ട്രോണിൻ്റെ വേവ് നേച്ചറിനെ കൺസിഡർ ചെയ്തിട്ടേ ഇല്ല. അപ്പോൾ അതും ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാം. ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, ബോർ കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺസ് ഒരു വെൽ ഡിഫൈൻഡ് സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. ആ പാത്തിനെ എന്താ പറയുന്നത്, ഓർബിറ്റ്. അപ്പോൾ ബോർ കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺസ് ഓർബിറ്റുകളിൽ കൂടിയാണ് പാസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് എഗെയിൻസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ട് ഇത് മാച്ച് ആവുന്നില്ല. അപ്പോൾ ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് അറിയണം അല്ലേ. ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ നമ്മൾ പുറകെ പഠിക്കും, പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഒരു മൂവിങ് പാർട്ടിക്കിളിൻ്റെ, ഒരു മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൂവിങ് പാർട്ടിക്കിളിൻ്റെ പൊസിഷനും അതിൻ്റെ വെലോസിറ്റിയും മൊമെൻറ്റവും ഒന്നും നമുക്ക് അങ്ങനെ സൈമിൾട്ടാനിയസ്ലി അക്യുറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ പൊസിഷൻ എവിടെയാണ് അല്ലെങ്കിൽ മൊമെൻറ്റം എന്താണ് വെലോസിറ്റി എന്താണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കതിനെ അങ്ങനെ കറക്റ്റ് വാല്യൂ നമുക്ക് പറയാൻ പറ്റത്തില്ല. പകരം ഹെയ്സൻബർഗ് പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് അപ്രോക്സിമേറ്റ് ആയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് പറയാം. അതാണ് ഹെയ്സൻബർഗ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം. എന്നാൽ ബോർ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇത് സർക്കുലർ ഓർബിറ്റിലൂടെ ഒരു ഫിക്സഡ് പാത്തിലൂടെയാണ് ഇത് മൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫിക്സഡ് പാത്തിലൂടെ മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ പൊസിഷനും മൊമെൻറ്റും ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റണം. പക്ഷേ ഹെയ്സൻബർഗ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ്. ഫിക്സഡ് പാത്തിലൂടെ മൂവ് ചെയ്യുന്നവരുടെ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നാണ്. അപ്പോൾ ആ ഒരു ഹെയ്സൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളുമായിട്ടും ഇത് എന്ത് ചെയ്യുന്നില്ല, മാച്ച് ആവുന്നില്ല. അതും ഇതിൻ്റെ ഒരു ഡ്രോബാക്കാണ്. അതിനെക്കുറിച്ചും ബോറിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതാണ് മെയിനായിട്ടുള്ള ബോർ ആറ്റം മോഡലിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഓരോ ടേംസും എക്സ്പ്ലെയിൻ ചെയ്ത് തരാമെന്ന്. ഇത് ഫസ്റ്റ് ഇത് നോക്കിയേ, നമ്മുടെ റിഡ്ബർഗ് കോൺസ്റ്റൻറ്റ് വെച്ചിട്ടുള്ള ഇക്വേഷനാണ്. എന്ത് കണ്ടുപിടിക്കാൻ, വേവ് നമ്പർ കണ്ടുപിടിക്കാനായിട്ട്. ന്യൂ ബാർ ഈസ് ഈക്വൽ ടു RH × 1/n1² - 1/n2²
ഇത് നമ്മൾ ഇന്നലെ അശ്വതി ഇതിൻ്റെ ഡെറിവേഷനൊക്കെ പറഞ്ഞു തന്നതല്ലേ. അപ്പോൾ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്ത് വെക്കുക. അതിൽ RH എന്ന് പറയുന്നത് എന്താണ്? റിഡ്ബർഗ് കോൺസ്റ്റൻ്റ് ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, നോട്ട് ചെയ്ത് വെക്കണേ. 1.09678 × 10⁻⁷ m/−1 മീറ്ററിലാണ് പറയുന്നതെങ്കിൽ അതാണ് അതിൻ്റെ വാല്യൂ. ഇനി സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ വാല്യൂ 109,678 എന്ന് പറയണം. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് വേണം പ്രോബ്ലം. നമ്മളിനി പ്രോബ്ലത്തിലേക്കാണ് പോകുന്നത്, അതുകൊണ്ടാണ് ഞാനിത് ഒന്നുകൂടെ എടുത്ത് പറയുന്നത്. ഇനി റേഡിയസ്, ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ റേഡിയസ് കാണാനുള്ള ഇക്വേഷൻ ഒന്ന് നോക്കിയേ. Rn ഈസ് ഈക്വൽ ടു n²h²ε0 z² πm. അപ്പോൾ ഒന്നെടുത്ത് നോക്കാമേ. Rn ഈസ് ഈക്വൽ ടു n²h²ε0 ഡിവൈഡഡ് ബൈ z² πm. അപ്പോൾ അതിൽ Rn എന്താണ്? Rn എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ nth ഓർബിറ്റിൻ്റെ റേഡിയസ് എന്നുള്ള അർത്ഥത്തിലാണ് Rn എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതിൽ n², അതിൽ n എന്താണ്? n നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ക്വാണ്ടം നമ്പർ ഇല്ലേ n, അതാണ് n എന്ന് പറയുന്നത്. n² അതാണ്. ഇനി h² എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റിൻ്റെ വാല്യൂ ആണ് 6.25 × 10⁻⁻34. ആ വാല്യൂ നോട്ട് ചെയ്ത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വേണം ആ വാല്യൂ. ഇനി എന്താണ് ε0? ε0 എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആണ്. പെർമിറ്റിവിറ്റി ഓഫ് മീഡിയം ആണ് ε0 എന്ന് പറയുന്നത്. അതിൻ്റെ വാല്യൂ ഇവിടെ എഴുതിയിട്ടുണ്ട്, 8.85 × 10⁻12 c² J⁻⁻1 m⁻⁻1. അടുത്തത് എന്താണ്? E, ചാർജ് ഓഫ് ഇലക്ട്രോൺ ആണ് E എന്ന് പറയുന്നത്. അത് അറിയാലോ, 1.602 × 10⁻⁻19 കൂളം. ഇനി m മാസ് ഓഫ് ഇലക്ട്രോൺ, അതും തന്നിട്ടുണ്ട്, 9.1 × 10⁻31 കിലോഗ്രാം. പിന്നെ പൈ ആണ്, പൈയുടെ വാല്യൂ 3.14 ആണ്. ഇതിൽ എന്നും ഇസഡും, ഇസഡ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് നമ്പർ ആണ് കേട്ടോ. അപ്പോൾ എന്നും ഇസഡും നമുക്ക് കോൺസ്റ്റൻ്റ് അല്ല, ബാക്കി എല്ലാ ടേംസും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ എല്ലാം വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്നും ഇസഡും നമ്മുടെ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇനി അടുത്തത് എന്താണ്? എനർജി കാണാനുള്ള ഇക്വേഷനാണ്. എനർജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? -z² e⁴m/8n²h²ε0². E എന്ന് പറയുന്നത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ഇവിടെ. മാസ് ഓഫ് ഇലക്ട്രോണ്, m മാസ് ഓഫ് ഇലക്ട്രോണ്, പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, ഇത് തന്നെയാണ് ടേംസ്, വേറെ പുതിയ ടേംസ് ഒന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് ടേംസ്. പിന്നെ അതിലെന്താണ് ഇക്വേഷനിലുള്ള വ്യത്യാസമേ ഉള്ളൂ, ആ ഇക്വേഷനും പഠിച്ചിരിക്കുക. ഇനി പ്രോബ്ലത്തിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ പ്രോബ്ലം നോക്കിയേ. ഫൈൻഡ് ദ ഫ്രീക്വൻസി ആൻഡ് വേവ് നമ്പർ ഓഫ് ഫസ്റ്റ് ലൈൻ ഇൻ ബാൽമർ സീരീസ്. ബാൽമർ സീരീസിൻ്റെ ഫസ്റ്റ് ലൈനിലുള്ള ഫ്രീക്വൻസിയും വേവ് നമ്പറും കണ്ടുപിടിക്കാൻ. നമ്മൾ ഇന്നലെ വേവ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് കേട്ടോ. വേവ് നമ്പർ എന്താ? ന്യൂ ബാറിനെയാണ് വേവ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/λ ആണ് കേട്ടോ. ന്യൂ ബാറിനെ നമുക്ക് 1/λ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഇതൊക്കെ ഇന്നലെ പറഞ്ഞിരുന്നതാണ് ഇന്നത്തെ ക്ലാസ്സിൽ. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. ന്യൂ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/λ ആണ്. ഇനി അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? വേവ് നമ്പർ കണ്ടുപിടിക്കാം. പക്ഷേ നമുക്ക് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം. ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് ഇത്. പക്ഷേ ഇത് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഇത് എങ്ങനെ വന്ന് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ന്യൂ ബാർ എന്ന് പറയുന്നത് 1/λ ആണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ഇക്വേഷനും കൂടെ ഉണ്ട്. ന്യൂ എന്ന് പറയുന്നത്, ഫ്രീക്വൻസി ന്യൂ എന്ന് പറയുന്നത് c/λ ആണ്. ഓക്കെ, ന്യൂ എന്ന് പറയുന്നത് എന്താണ്? c/λ ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? c/λ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്നാ? c × 1/λ എന്നല്ലേ. അപ്പോൾ ഈ c × 1/λ, അപ്പോൾ 1/λ എന്ന് പറയുമ്പോൾ എന്താണത്? ന്യൂ ബാർ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ന്യൂ എന്ന് പറയുന്നത് എന്താണ്? c × ന്യൂ ബാർ ആണ്. ഓക്കെ, എന്താണ് c? ഓക്കെ, എന്താണ് c? c എന്ന് പറഞ്ഞാൽ എന്താ? വെലോസിറ്റി ഓഫ് ലൈറ്റ്. വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ വാല്യൂ എത്രയാണ്? 3 × 10⁸ ആണ്. 8 m/s ആണ്. 3 × 10⁸ m/s ആണ് വെലോസിറ്റി ഓഫ് ലൈറ്റ്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഈ വെലോസിറ്റി ഓഫ് ലൈറ്റ് ന്യൂ എന്ന് പറയുന്നത്, ന്യൂ ബാർ എന്ന് പറയുന്നത്, ന്യൂ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? c × ന്യൂ ബാർ ആണെന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഈ വെലോസിറ്റി ഓഫ് ലൈറ്റിനെ ഈ ന്യൂ ബാർ, നമുക്കിവിടെ ന്യൂ ബാറിൻ്റെ വാല്യൂ കിട്ടുമല്ലോ, ആ ന്യൂ ബാറുമായിട്ട് ഇൻറ്റു ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ന്യൂ
കിട്ടുന്നത്, ഫ്രീക്വൻസി കിട്ടുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയെന്ന് വിചാരിക്കുക. അപ്പം ന്യൂ എന്തായിട്ട് നമുക്ക് കിട്ടും? ന്യൂ ഇസ് ഈക്വൽ ടു സി ഇൻറ്റു, സിയുടെ വാല്യൂ തന്നെ നമുക്ക് എഴുതാം, സി ഇൻറ്റു 10⁸ ഇൻറ്റു നമ്മളിത് ഈ ഇക്വേഷനിൽ RH സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പോൾ ന്യൂ ബാറിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആ ഇക്വേഷൻ അങ്ങ് എഴുതി കൊടുക്കാം. 1.0967 ഇൻറ്റു 10⁻⁷. ഇതൊന്ന് എഴുതി നോക്കണേ. ഞാൻ ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് എഴുതുന്നത്. അപ്പം കറക്റ്റായിട്ട് ഈ ഇക്വേഷൻ ഒന്ന് ബുക്കിലോട്ട് എഴുതി നോക്കുക. ഇൻറ്റു 1/n1² മൈനസ് 1/n2² എന്ന് കിട്ടും അല്ലേ? അപ്പോൾ എന്ത് വരും? ഒന്ന് നോക്കിയേ. ഓക്കെ, എന്ത് വരും? അപ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 10⁸. ആ 3 ഇൻറ്റു 10⁸ ഈ 1.0967 ഒന്ന് ഇൻറ്റു ചെയ്ത് നോക്കിയേ കാൽക്കുലേറ്ററിൽ. അപ്പോൾ എത്ര കിട്ടും? നമുക്കത് ഇതായിരിക്കും കിട്ടുന്നത്, 3.290 എന്നായിരിക്കും വാല്യൂ കിട്ടുന്നത്. അവിടെ നമുക്ക് 10⁻⁴ ഉണ്ടായിരുന്നല്ലേ? അപ്പം 10⁸ ഉണ്ടായിരുന്നു. 3 ഇൻറ്റു 10⁸ കൂടെയുള്ള 10⁸ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെയുള്ള 10⁻⁷ കൂടെ ഉണ്ട്. രണ്ടും കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 10⁻15 കിട്ടി. അതാണ്, ഇങ്ങനെയാണ് ആ ഇക്വേഷൻ വന്നത്. ഇനി ഇത് വന്നത് മനസ്സിലായില്ല എങ്കിൽ ഈ ഇക്വേഷൻ കാണാതെ പഠിച്ചാലും മതി കേട്ടോ. അത് കാണാതെ പഠിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഇത് മനസ്സിലായില്ലെങ്കിൽ പറയാം, ഞാൻ ഒന്നുകൂടെ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും മനസ്സിൽ വെച്ചേക്കുക, നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എടുക്കുക. ഇതാണ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ഏതാണ്? ഇത് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ബാൽമർ സീരീസിൻ്റെ ഫസ്റ്റ് ലൈനിൻ്റെ ഫ്രീക്വൻസിയും വേവ് നമ്പറും കണ്ടുപിടിക്കാനാണ്. ബാൽമർ സീരീസിൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ ബാൽമർ എന്താണ്? നമുക്കിങ്ങനെയാണ് സ്പെക്ട്രം പോകുന്നത്. ലൈമാൻ, ഇത് ബാൽമർ, പിന്നെ ഫാഷൻ, അങ്ങനെയല്ലേ പോകുന്നത്. അപ്പോൾ ലൈമാൻ 1 ബാൽമർ 2. അപ്പോൾ ബാൽമർ സീരീസിൻ്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ n1 എത്രയാണ്? n1 എപ്പോഴും 2 തന്നെയാണ്. ഫസ്റ്റ് ലൈൻ ആയതുകൊണ്ട് തന്നെ n2 എന്തായിരിക്കും? 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ n1 2ഉം n2 3ഉം ആയിരിക്കും. അത്ര മനസ്സിലായോ? വേറെ ഒന്നുമില്ല. ഫസ്റ്റ് ലൈൻ എന്ന് ബാൽമർ സീരീസിൻ്റെ ഫസ്റ്റ് ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ ബാൽമർ സീരീസിൻ്റെ തൊട്ടടുത്തുള്ള n2 ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതാണ് 3. n2 എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചായിരുന്നു, 3, 4, 5 അങ്ങനെ പോകുമെന്ന്. പക്ഷേ ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ n2 എന്താവും? 3 ആയിരിക്കും. 2 കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്തുള്ളതായിരിക്കും അതിൻ്റെ n2 ആയിട്ട് വരുന്നത്. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. അതാണ് n1ഉം n2ഉം വരുന്നത്. അപ്പം n1 എന്ന് പറയുന്നത് 2ഉം n2 എന്ന് പറയുന്നത് 3യുമാണ് നമ്മൾ ബാൽമറിൻ്റെ കേസിൽ വരുന്നത്. ഇനി നമ്മൾ ഈ ഇക്വേഷനിലേക്ക് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. ന്യൂ ഇസ് ഈക്വൽ ടു 3.2. ഈ ഇക്വേഷൻ നോക്കുക കേട്ടോ, എഴുതി പൊക്കോണേ. ന്യൂ ഇസ് ഈക്വൽ ടു 3.290 ഇൻറ്റു 10⁻15 1/n1² മൈനസ് 1/n2² എന്നാണ്. പിന്നെ നമ്മൾ എന്ത് എഴുതണം? ന്യൂ ഇസ് ഈക്വൽ ടു 3.290 ഇൻറ്റു 10⁻15. ഇത് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. അത് കറക്റ്റായിട്ട് കേട്ട് എഴുതുക കേട്ടോ. എഴുതുന്നത് പല രീതിയിൽ പോകുന്നു. അപ്പോൾ 1/n1² എന്നുള്ളത് എന്താണ്? 2² മൈനസ് 1/n2² എന്നുള്ളത് എന്താണ്? n2 എന്താണ്? 3 ആണ്. അപ്പോൾ 3². ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് സെയിം ഇവിടെ വരുവേ. 3.290 ഇൻറ്റു 10⁻⁻15 ഇൻറ്റു ബ്രാക്കറ്റിൽ എന്ത് വരും? ഇതിവിടെ വരുന്ന കേട്ടോ, ഞാനിത് എഴുതിയില്ലെന്നേ ഉള്ളൂ. ബ്രാക്കറ്റിൽ എന്ത് വരും? 1/4 മൈനസ് 1/9 എന്ന് വരും അല്ലേ? ഇനി എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, ക്രോസ് ചെയ്യണം. ഓക്കെ, അതിന് മുന്നേ ഇതൊന്ന് ഇറേസ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ 3.290 സംതിങ് ഇവിടെ ഉണ്ട് കേട്ടോ. 10⁻15 ഇവിടെ ഉണ്ട്. ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എന്താണ്? താഴത്തേത് എന്ത് വരും? 9 36 വരും. 1 9 9 മൈനസ് 1 4 4. ഇത് ബ്രാക്കറ്റിൽ വരും. ഇവിടെ നമ്മുടെ 3.2, ഇതിൻ്റെ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ 3.290 ഉണ്ടെന്ന് ഓർക്കുക.
എന്താണ് ഇതെന്ത് വരും? ഇതിൻ്റെ ബ്രാക്കറ്റിനകത്തെയാണ് ഞാൻ എഴുതുന്നത്. 5/36 എന്ന് വരും അല്ലേ? ബ്രാക്കറ്റിനകത്ത് നമുക്ക് 5/36 എന്ന് വരും. അപ്പം മൊത്തം എങ്ങനെ എഴുതാം? എന്താണിപ്പോൾ കിട്ടിയതെന്ന് പറഞ്ഞേ. 3.290 ഇൻറ്റു 10⁻15 ബ്രാക്കറ്റിൽ വന്നിരിക്കുന്നത് എന്താണ്? 5/36. അപ്പോൾ ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക കാൽക്കുലേറ്ററിൽ. അപ്പോൾ കിട്ടുന്ന ആൻസർ ഇതായിരിക്കും. 0.4569 ഇൻറ്റു 10⁻15 എന്നായിരിക്കും ഫൈനൽ ആൻസർ. ഫ്രീക്വൻസിയുടെ ആൻസർ കിട്ടുന്ന ഇതായിരിക്കും 0.4569 ഇൻറ്റു 10⁻15. ഞാനിതിൻ്റെ നോട്ട് അയച്ചു തരാം. പക്ഷേ ഇതിൻ്റെ കൂടെ ഇത് ചെയ്ത് പോകുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാകും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് എങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കരുത് കേട്ടോ, ചോദിക്കണം. ഓക്കെ, അപ്പോൾ അതാണ് ഫ്രീക്വൻസി. അപ്പോൾ ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ രണ്ടെണ്ണമാണ് ചോദിക്കുന്നത് നമ്മളോട് കണ്ടുപിടിക്കാൻ. എന്ത് ഫ്രീക്വൻസിയും ചോദിച്ചു, അതുപോലെ വേവ് നമ്പർ ഉണ്ട്. ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ? നമുക്ക് കിട്ടി ഇപ്പോൾ ഫ്രീക്വൻസി. ഇനി വേവ് നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? വേവ് നമ്പർ എന്താ? ഇതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത്രയും ഭാഗം എടുക്കുക, RH വാല്യൂ ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള എടുക്കുക. അപ്പം ന്യൂ ബാർ കണ്ടുപിടിക്കാനായിട്ട് ഈ ഇക്വേഷൻ എടുക്കുന്നു. 1.0978 ഇൻറ്റു 10⁻7. നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 1/9². അതിപ്പോൾ നമ്മൾ ചെയ്താലേ 1/2² മൈനസ് 1/3² ചെയ്തപ്പോൾ നമുക്ക് ബ്രാക്കറ്റിനകത്ത് എന്ത് കിട്ടി? 5/36 കിട്ടി. അത് തന്നെ ഇവിടെയും വരത്തുള്ളൂ, സെയിം അല്ലേ? അപ്പം ഇതൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കുക. ഇത് ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 15233.05 സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് വരും. ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇങ്ങനെയാണ് ആൻസർ വരുന്നത്. നോട്ട് ഞാൻ ഇട്ടേക്കാം. അപ്പം അത് സിമ്പിളാണ്. ഞാനത് വീണ്ടും നമ്മൾ മുമ്പേ ചെയ്തതായതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഞാൻ പിന്നെ ചെയ്യാത്തത്. ഓക്കെ, അത് ചെയ്ത് കിട്ടുമ്പോൾ ഇങ്ങനെ വരും. ഈ ഇക്വേഷനാണ് നമ്മൾ ഡയറക്റ്റ് എടുത്ത് ചെയ്തത്. അപ്പോൾ അതാണ് അവിടെ വരുന്നത്. ഇനി സെക്കൻഡ് പ്രോബ്ലം നോക്കാം. ഈ ക്വസ്റ്റ്യൻ നോക്കുക. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ. അത് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഓഫ് കയറി വന്നതാണ് കേട്ടോ. അപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട. കാൽക്കുലേറ്റ് ദ റേഡിയസ് ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. അത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഓർക്കുന്നോ? ഇതാണ് റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. n²h²ε0 ഡിവൈഡഡ് ബൈ ze²πm. അപ്പോൾ ഇത്രയും കോൺസ്റ്റൻറ്റുകളൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഞാൻ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. ഈ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റൻറ്റുകളുടെ വാല്യൂ ഒക്കെ ഉണ്ടല്ലോ, ഞാൻ അവിടെ കുറേ കോൺസ്റ്റൻറ്റുകൾ പറഞ്ഞിട്ടില്ലേ, ε0, അതിൻ്റെയൊക്കെ വാല്യൂ എല്ലാം കൂടെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ് 0.529. ഞാൻ അവിടെ അത് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിലേതൊക്കെയാണ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത്. h² കോൺസ്റ്റൻ്റ് ആണ്, ε0 കോൺസ്റ്റൻ്റ് ആണ്, e² കോൺസ്റ്റൻ്റ് ആണ്, എനർജി കോൺസ്റ്റൻ്റ് അല്ലേ, പൈ കോൺസ്റ്റൻ്റ് ആണ്, എമ്മും കോൺസ്റ്റൻ്റ് ആണ്, മാസ് ഓഫ് ഇലക്ട്രോണും കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ കോൺസ്റ്റൻ്റ് അല്ലാത്തത് n² ഇസഡും മാത്രമാണ്. അപ്പം ഓർബിറ്റിൻ്റെ നമ്പറും അതുപോലെ തന്നെ അതിൻ്റെ ഇസഡും അറ്റോമിക് നമ്പറുമാണ് അവിടെ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം അതാണ് മാറുന്നുള്ളൂ. അപ്പോൾ അത് മാത്രം നമ്മൾ മാറ്റി കൊടുത്താൽ മതി പ്രോബ്ലം വരുമ്പോൾ. ബാക്കി ഇതിൻ്റെ വാല്യൂസ് എല്ലാം കൂടെ h² വാല്യൂവും ε0 വാല്യൂവും e², പൈയും എമ്മും എല്ലാം കൂടെ നമ്മൾ ഇൻറ്റു ചെയ്യുമ്പം നമുക്ക് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ കിട്ടും. അത് നമ്മൾ പ്രോബ്ലം വരുമ്പോൾ അത് ഇതായിരിക്കും ആ കോൺസ്റ്റൻറ്റ് വാല്യൂ. പ്രോബ്ലം വരുമ്പോൾ നമ്മൾ ഈ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ബാക്കി എന്ത് വരും? ഇതിൻ്റെ കൂടെ n²/z വരും. അപ്പോൾ പ്രോബ്ലം വരുന്നതിനനുസരിച്ച് എന്നും ഇസഡും മാറ്റി കൊടുത്ത് ഇതിനോട് ഇൻറ്റു ചെയ്ത് കൊടുത്താൽ മതി. ഏത് കാണാനാട്ടോ? റേഡിയസ് കാണുമ്പോൾ. അപ്പം ഒന്നുകൂടെ പറയാവേ. റേഡിയസിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കുന്നതെങ്കിൽ റേഡിയസ് കാണാനായിട്ട് നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ് വരുന്നതെങ്കിൽ നമുക്ക് ആ ഫുൾ ക്വസ്റ്റ്യൻ ആദ്യം ഇട്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സമയം കളയേണ്ട കാര്യമില്ല. അപ്പോൾ ആ കോൺസ്റ്റൻറ്റുകളെല്ലാം കൂടെ നമ്മൾ ഇൻറ്റു ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ ഒരു വാല്യൂ കിട്ടും, 0.529. മനസ്സിലായോ? ആ കോൺസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പറഞ്ഞ അത്രയും ഭാഗങ്ങൾ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു
വാല്യൂ ആയിരിക്കും കിട്ടുന്നത് 0.529 ഇൻറ്റു അവിടെ കോൺസ്റ്റൻ്റ് അല്ലാത്ത സംഭവങ്ങൾ എന്തൊക്കെയാണ് എൻ സ്ക്വയറും ഇസഡും ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്തിരിക്കുക. പ്രത്യേകിച്ച് ഒന്നുമില്ല, ആ ഇക്വേഷനാണ് ഓർത്തിരിക്കേണ്ടത്. അതിൻ്റെ വാല്യൂസൊക്കെ എന്താണെന്ന് നമ്മൾ ഓർത്തിരുന്നേ പറ്റൂ. അപ്പോൾ അത് പഠിക്കുന്ന കൂടെ അല്ലെങ്കിൽ കാൽക്കുലേറ്ററിലൊന്ന് ഇൻറ്റു ചെയ്ത് നോക്കുക. അപ്പോൾ ഇതാണ് കിട്ടുകയുള്ളൂ. നമ്മൾ ആ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വാല്യൂ എല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഇതേ കിട്ടുകയുള്ളൂ. അതിൻ്റെ കൂടെ എൻ സ്ക്വയർ ബൈ ഇസഡ് ഇട്ട് കൊടുക്കുമ്പോഴാണ് നമുക്ക് ഓരോ അത് എളുപ്പം പ്രോബ്ലം എളുപ്പം ചെയ്യാനായിട്ടുള്ള ഒരു ഇക്വേഷൻ. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നോക്ക്, സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ എന്ത് വരും? അതിൻ്റെ എൻ, സെക്കൻഡ് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ എൻ എന്തായിരിക്കും? എൻ 2 ആയിരിക്കും. രണ്ടാമത്തെ ഓർബിറ്റ് അല്ലേ, എൻ 2 ആയിരിക്കും. ഇസഡ് എന്താണ്? ഇസഡ് അറ്റോമിക് നമ്പറാണ്. ഹൈഡ്രജൻ്റെ ഇസഡ് എത്രയാ? 1 ആയിരിക്കും. അപ്പോൾ ഇതൊന്നും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ മതി, വേറെ ഒന്നുമില്ല. എന്താണ്? എൻ സ്ക്വയറും ഇസഡും അവിടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. എൻ എത്രയാണെന്നാണ് പറഞ്ഞത്? എൻ എത്രയാ? 2 അല്ലേ, സെക്കൻഡ് ഓർബിറ്റാണ്. അപ്പോൾ 2 സ്ക്വയർ, എൻ സ്ക്വയറിന് പകരം അവിടെ എന്ത് വരും? 2 സ്ക്വയർ വരും. ഇസഡ് എത്രയാണ്? 1 ആണ്. അപ്പോൾ എന്ത് വരും? താഴെ 1ഉം വരും. അപ്പം 4 ഇൻറ്റു പോയിൻറ്റ് എന്ത് വരും? ചെയ്തേ, ഇത്രയും പറഞ്ഞില്ലേ, ഇനി ചെയ്ത് നോക്കിയേ. 4 ഇൻറ്റു 0.529 വരും. അതിൻ്റെ വാല്യൂ എത്ര കിട്ടുമെന്ന് നോക്കുക. 2.1 ആങ്സ്ട്രം സംതിങ് വരും. ഓക്കെ, ആങ്സ്ട്രത്തിലാണ് പറയുന്നത് കേട്ടോ, റേഡിയസ്. അപ്പം 2.1 ആങ്സ്ട്രം ആയിരിക്കും ആൻസർ വരുന്നത്. ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലം അല്ലേ. ഡയറക്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞ രീതിയിൽ അതങ്ങ് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കൊളാക്കേണ്ട കാര്യമില്ലല്ലോ. ഇതുപോലെ തന്നെ കാൽക്കുലേറ്റ് ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹീലിയം ആറ്റം, അത് നോക്കാം. ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹീലിയം ആറ്റത്തിൻ്റെ റേഡിയസ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞ അതേ ഇക്വേഷൻ മനസ്സിൽ കാണുക, അത് ഓർത്തിരിക്കുക. 0.529 ഇൻറ്റു എൻ സ്ക്വയർ ബൈ ഇസഡ് ആണ് നമ്മുടെ റേഡിയസിൻ്റെ ഇക്വേഷൻ വരിക. അപ്പം അത് വെച്ചിട്ടൊന്ന് നോക്കിയേ, എൻ എത്ര വരും? ഫസ്റ്റ് ഓർബിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ 1. ഹീലിയം ആറ്റമാണ്, ഹൈഡ്രജൻ അല്ല, ഹീലിയമാണ്. അപ്പോൾ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്ര? 2 ആണ്. ഓക്കെ, അപ്പം അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ചെയ്ത് നോക്കിയേ. എൻ സ്ക്വയർ എന്നാണ്, അപ്പോൾ 1 സ്ക്വയർ വരുമ്പോൾ 1 തന്നെ അല്ലേ. 1 സ്ക്വയർ വരുമ്പോൾ 1 തന്നെയാണ് വരുന്നത്. ഇസഡ് ആണ്, ഇസഡ് സ്ക്വയർ ഇല്ല കേട്ടോ, ഇസഡ് ആണ്. അതെപ്പോഴും എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 1/2, അപ്പോൾ 0.529/2 എന്നാണ് ആൻസർ വരുന്നത്. എത്ര കിട്ടും? ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏകദേശം 0.264 സംതിങ് വരും. അപ്പോൾ എത്രയില്ല? ആങ്സ്ട്രത്തിലാണ് പറയുന്നത്. അപ്പോൾ ഇതായിരിക്കും ചെയ്ത് നോക്കുക കേട്ടോ. ഇതാണ് വരുന്നത്, 0.264 ആങ്സ്ട്രം എന്നായിരിക്കും ആൻസർ വരിക. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, അല്ല നോട്ട് ഞാൻ തരാം, എങ്കിലും ചെയ്ത് നോക്കണം കൂടെ. ഇതെന്താ? കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ഇലക്ട്രോണിൻ്റെ. അപ്പം ഇലക്ട്രോൺ എനർജി നമ്മളിപ്പോൾ റേഡിയസ് ചെയ്യുന്നതും പഠിച്ചു, പിന്നെ റിഡ്ബർ കോൺസ്റ്റൻറ്റിൻ്റെ ആ ഇക്വേഷൻ വെച്ചിട്ട് ഫ്രീക്വൻസിയും വേവ് നമ്പറും കണ്ടുപിടിക്കുന്നതും പഠിച്ചു അല്ലേ. അപ്പോൾ 3 ഇക്വേഷനാണ് മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ 2 എണ്ണത്തിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പ്രോബ്ലം ചെയ്തു. ഇനി അടുത്തത് കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ. ഇപ്പം ഇലക്ട്രോണിൻ്റെ എനർജി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇതല്ലായിരുന്നോ? Z² e⁴ m/8 n² h² എപ്സിലോൺ 0². ഇതിലും എന്തൊക്കെയുണ്ട്? മുമ്പേ നമ്മൾ ചെയ്ത പോലെ ഇതും കുറച്ച് എളുപ്പമാക്കാം നമുക്ക്. എന്തുണ്ട്? ഈ കോൺസ്റ്റൻറ്റുകളുണ്ടല്ലേ. ഇതിലേതാ കോൺസ്റ്റൻറ്റ്? മുമ്പത്തെ പോലെ തന്നെ ഇസഡും എന്നും മാത്രമാണ് ഇവിടെ കോൺസ്റ്റൻ്റ് അല്ലാതെ ഉള്ളത്. ബാക്കി എല്ലാത്തിൻ്റെയും വാല്യൂയും കോൺസ്റ്റൻ്റ് ആണ്. അതെല്ലാം കൂടെ ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് മുമ്പത്തെ പോലെ ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ കിട്ടിയിട്ട് അങ്ങനെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആ ഇക്വേഷൻ ഒന്ന് എടുത്ത് നോക്കുക. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? ടോട്ടൽ എനർജി കാണാനുള്ള -Z² e⁴ m/8 n² h² എപ്സിലോൺ 0 അല്ലേ. എഴുതി വെച്ചിട്ടില്ലേ ആ ക്വസ്റ്റിന്? അതാണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ഞാൻ പറഞ്ഞ കോൺസ്റ്റൻറ്റുകളെല്ലാം കൂടെ ഇൻറ്റു ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് En ഈസ് ഈക്വൽ ടു -2.18 എഴുതിയെടുക്കണേ. -2.18 into 10⁻⁻18 into 10⁻⁻18
ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ഇവിടെ ഒരു ഇസഡ് സ്ക്വയർ കൂടെ ഉണ്ട്. അപ്പോൾ എന്താണ് വായിക്കാവേ, ശ്രദ്ധിച്ച് എഴുതുക. -2.18 ഇൻറ്റു 10⁻⁻18 ഇൻറ്റു ഇസഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എൻ സ്ക്വയർ. ഇതായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ഉള്ള, എളുപ്പം ചെയ്യാനായിട്ടുള്ള ആ ഒരു ഇക്വേഷൻ. അപ്പോൾ അത് ഓർത്തിരിക്കുക, അത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി കണ്ടുപിടിക്കാം. അപ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡ് ഓർബിറ്റ്, എനർജി ഓഫ് സെക്കൻഡ് ഓർബിറ്റ്. അപ്പോൾ E2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ നമ്മുടെ ഇക്വേഷൻ പറഞ്ഞേ? -2.18 ഇൻറ്റു 10⁻⁻18 എന്താ പറഞ്ഞത്? ഇസഡ് സ്ക്വയർ എന്നാണ്. ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ്റെ ഇസഡ് അല്ലെങ്കിൽ അറ്റോമിക് നമ്പർ എത്രയാണ്? ഇസഡ് എത്രയാണ് ഹൈഡ്രജൻ്റെ കേസിൽ? 1 ആണ്. അപ്പോൾ ഇവിടെ 1 സ്ക്വയർ വരും. 1 സ്ക്വയർ ഡിവൈഡഡ് ബൈ, ഇനി എന്താ, n ആണ് ചോദിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഓർബിറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം n 2 വരും. അപ്പം ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു -2.18 ഇൻറ്റു, ഇത് ഞാൻ എറേസ് ചെയ്യുവാണ്, എഴുതിയല്ലോ അല്ലേ, -2.18 ഇൻറ്റു 10⁻⁻18. 1 സ്ക്വയർ എന്നല്ലായിരുന്നോ? അത് പോയി, അത് ഇട്ടിട്ടും കാര്യമില്ല. ഇൻറ്റു 1 ആയാലും സെയിം അല്ലേ. ഇൻറ്റു 1 ഡിവൈഡ് ബൈ 4 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ, E2ൻ്റെ വാല്യൂ എത്ര കിട്ടും? -0.545 ഇൻറ്റു 10⁻⁻18 എന്ന് കിട്ടും കേട്ടോ. ഇൻറ്റു 10⁻⁻18 എന്ന് കിട്ടും. ഇതായിരിക്കും വാല്യൂ. ഇനി ഞാനൊരു ഹോംവർക്ക് തരാം, ഇത് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ഇടണം. നമ്മളിപ്പോൾ എന്താ കണ്ടുപിടിച്ചേ? കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ സെക്കൻഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റമാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി തേർഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി എന്തായിരിക്കും? ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. അപ്പോൾ വേണേൽ ക്വസ്റ്റ്യൻ ഞാൻ പറയാം, എഴുതിയെടുത്തു. കാൽക്കുലേറ്റ് ദ എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദ തേർഡ് ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇത് കണ്ടുപിടിച്ചിട്ട് നാളെ രാവിലത്തേക്ക് ഇതിൻ്റെ ആൻസർ ഒന്നിട്ടേക്കണം കേട്ടോ.